ഇപ്പോൾ മുണ്ടക്കൈ വാർഡ് മെമ്പർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്, ബാബു. ബാബു, നമുക്കറിയാം അവിടെ നിങ്ങളത് പ്രതികരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരിക്കില്ല. കാരണം എങ്ങനെയായിരുന്നു ആ ഒരു ഗ്രാമം ഉണ്ടായിരുന്നത് എന്നുള്ളത് നമ്മളും കണ്ടതാണ്. അതായത് അതിൻ്റെ മുന്നേയുള്ള ചിത്രങ്ങൾ, അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ ഒരു ദാരുണമായ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്നിരുന്നാൽ പോലും നമുക്കത് ഉൾക്കൊള്ളാൻ മാത്രമേ ഇനി കഴിയുകയുള്ളൂ. എന്തായാലും 206 പേരെ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും കൈമൈ മറന്നുകൊണ്ട് കേരളം ഒന്നാകെ വയനാട്ടിൽ ഇപ്പോൾ ഉണ്ട്. എങ്ങനെയാണ് അവിടുത്തെ രക്ഷാദൗത്യത്തെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? കാരണം ഇനി 206 പേരെ കൂടി കണ്ടെത്താനുണ്ട്. എന്തായാലും ഇവരെയൊക്കെ കണ്ടെത്തി കഴിഞ്ഞതിന് ശേഷം മാത്രമേ തിരിച്ചുപോക്കുണ്ടാകുകയുള്ളൂ. അതെ, നമ്മള് ആദ്യ ദിവസം നമുക്ക് പിന്നെ അവിടുത്തെ പ്രവർത്തനങ്ങൾ ഏകോപിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം അവിടെ ഒരു വലിയൊരു ദ്വീപ് പോലെയുള്ള ഒരു ഇതുപോലെയായിരുന്നു. കാരണം വെച്ചാല് ചുറ്റോടും വെള്ളം, അതുപോലെ തന്നെ വളരെ ചളി അടിഞ്ഞു കൂടിയിട്ട് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അത് വൈകുന്നേരത്തോടുകൂടി ഏകദേശം മിലിറ്ററി ഇറങ്ങിയോടുകൂടി നമുക്ക് അവിടുന്ന് മടം കെട്ടി അപ്പുറത്തേക്ക് കയറാൻ സാധിച്ചു. അതിന് മുന്നേ രാവിലെ ഒരു 10:30 കൂടി ഞാനും അതുപോലെ തന്നെ വേറെ 2-3 പേരും കൂടി വളരെ സാഹസികമായി മുണ്ടക്കൈ പ്രദേശത്ത് എത്തിച്ചേർന്നു. അവിടെ ചെന്നപ്പോൾ ഒട്ടേറെ പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ബോഡികൾ അവിടെയൊക്കെ ചിന്നിച്ചെതറി കിടക്കുന്ന കാഴ്ചയൊക്കെയാണ് കണ്ടത്. ചിലര് മരത്തിന്റെയും അതുപോലെ തന്നെ ബിൽഡിങ്ങിന്റെ അടിയിലൊക്കെ പെട്ട് ജീവനോടെ അവർ നിലവിളിച്ച് നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ നിന്നൊരു 2 മണിയോടുകൂടി തന്നെ കുറെ പ്രവർത്തകർ അങ്ങോട്ട് കയറി വരികയും അവിടുന്ന് പരിക്കേറ്റവരും അതുപോലെ തന്നെ മറ്റുള്ളവരെയും കൂടി താഴോട്ട് ഇറക്കി വടത്തിലൂടെ അപ്പുറം കടത്തുകയും ചെയ്തു. അതിനുശേഷമാണ് ഞങ്ങള് അവിടുത്തെ കിടന്ന ബോഡികൾ കളക്ട് ചെയ്യാൻ തുടങ്ങിയത്. ഒരേ സ്ഥലത്ത് തന്നെ 5-6 ബോഡികൾ ഒരുമിച്ച് കൂടിക്കിടന്ന ഒരു സാഹചര്യം ഭയങ്കര ദയനീയ കാഴ്ചയായിരുന്നു. അന്ന് നമ്മൾ ആദ്യ ദിവസം ഒരു 5-6 മണിയോടുകൂടി തന്നെ അവിടുത്തെ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കേണ്ടതായിരുന്നു. അവിടെ കറണ്ടോ വെള്ളമോ വെളിച്ചോ ഒന്നുമില്ലാത്തൊരു സാഹചര്യമായിരുന്നു. പുറത്തുനിന്ന് ഒരാൾക്ക് പോലും കൂട്ടി കയറി വരാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവിടുത്തെ പ്രവർത്തകരും അന്ന് ഉരുൾപൊട്ടലിൽ രക്ഷപ്പെട്ട ആൾക്കാർക്ക് ഭക്ഷണവും വെള്ളം ഒന്നും കിട്ടാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം നമ്മൾ താൽക്കാലികമായിട്ട് ചെറിയൊരു പാലം നിർമ്മിക്കുകയും അതുപോലെ കുറെ കൂടി അവിടുത്തെ സേവനം ചെയ്യുന്നതുകൊണ്ട് കുറെ കൂടി ആൾക്കാർക്ക് അവിടെ എത്തിച്ചേരാൻ സാധിച്ചു. എങ്കിൽ പോലും മെഷീനറി പോലുള്ള സാധനങ്ങൾ അവിടെ എത്തിക്കാൻ സാധിച്ചില്ല. കട്ടർ മെഷീൻ അടക്കമുള്ള അത്തരം ചെറിയ മെഷീനുകളും ഒക്കെ ആയിട്ടാണ് ആദ്യം പോയി ഈ രക്ഷാപ്രവർത്തനം ഏർപ്പെട്ടത്. അതിനുശേഷം ഇന്നലെയോടുകൂടി അവിടെ മേൽപാലം നിർമ്മിച്ചോടുകൂടിയാണ് ജെസി പോലുള്ള ഹിറ്റാച്ചി പോലുള്ള മെഷീനറികൾ അവിടെ എത്തി നല്ല രീതിയിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പൊ ഏകദേശം ഇന്ന് വൈകുന്നേരത്തോടുകൂടി അല്ലെങ്കിൽ നാളെ ഉച്ചയോടുകൂടി നമുക്ക് മുഴുവൻ ബോഡികളും കണ്ടെത്താൻ സാധിക്കും എന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ പങ്കെടുത്ത എല്ലാവരും നല്ല രാവും പകലൊന്നും ഇല്ലാതെ പാടിയ ഗ്രാമപഞ്ചായത്തിനെ സഹായിച്ചിട്ടുണ്ട്. അതുകൂടി ഈ അവസരത്തിൽ പറയുകയാണ്, ഇവിടെ സൂചിപ്പിക്കുകയാണ്. സർ, നമുക്കറിയാം ഇനി അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത് നമുക്ക് ഒരു നിമിഷം പോലും നമുക്ക് ഇരിക്കാൻ സാധിക്കില്ല. കാരണം അത്രമാത്രം ഇനി കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. കാരണം ഇവരുടെ പുനരധിവാസം നോക്കണം, കുട്ടികളുടെ സ്കൂൾ കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള പല കാര്യങ്ങളിലേക്കും അധികൃതർക്ക് ഇനി കടക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? ഇപ്പോ നമ്മള് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും അതുപോലെ മറ്റു പല ഏജൻസികളുമായിട്ട് ഈ കാര്യം വളരെ വ്യക്തമായിട്ട് സംസാരിക്കുകയുണ്ടായി. ഇന്നും രാഹുൽ ഗാന്ധിയുടെ ഒരു മീറ്റിംഗ് പുത്തുമല്ലി വെച്ച് ചേർന്നു. ഇന്നലെ പഞ്ചായത്തിൽ വെച്ച് ചേർന്നു. അതുപോലെ തന്നെ കളക്ടറേറ്റിൽ വെച്ചിട്ട് ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിലെ ഗവർണർമാരുടെ കൂടെ ചേർന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ നാനാ തുറമുഖങ്ങളിലുള്ള ആൾക്കാരുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മള് സ്കൂൾ തുറക്കേണ്ടത് അടിയന്തര ആവശ്യമായതുകൊണ്ട് തന്നെ സ്കൂളിൽ നിന്ന് ക്യാമ്പുകളൊക്കെ മാറ്റേണ്ടതുണ്ട്. ഇപ്പൊ തന്നെ 12ഓളം ക്യാമ്പുകൾ പല സ്കൂളുകളിൽ പ്രവർത്തിച്ചു വരുന്നത്. അപ്പൊ ഇവരെ ഒന്നുകിൽ വീടുകൾ വാടകയ്ക്കെടുത്ത് അങ്ങോട്ട് മാറ്റണം. മേപ്പാടിയെ സംബന്ധിച്ച് ഇത്രയും കുടുംബങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാനുള്ള അല്ലെങ്കിൽ വേറെ താമസിക്കുകയാണെങ്കിൽ പോലും വീടുകൾ ലഭ്യമല്ലാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ആദ്യം ഇവർക്ക് വേണ്ടി ഷട്ടറുകൾ നിർമ്മിക്കുക എന്നുള്ളത്
അത്തരം ഒരു കാര്യമാണ് ആദ്യമായിട്ട് നടക്കേണ്ടത്. അതോടൊപ്പം തന്നെ പിന്നീട് ഇവരെ പുനരുദ്ധരിക്കുന്ന നടപടികളിലേക്ക് പോകേണ്ടതുണ്ട്. ഭൂമി മേടിക്കുകയും അവിടെ വീട് വെച്ചു കൊടുക്കുകയും അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ്. അത് വലിയൊരു ഉത്തരവാദിത്തമാണ്. അതിനുവേണ്ട എല്ലാ കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെയും അതുപോലെ വിവിധ ഏജൻസികളും സഹായം പഞ്ചായത്ത് ഇപ്പോഴത്തേന് തേടുന്നുണ്ട്. ശരി, വളരെയധികം നന്ദിയുണ്ട് ശ്രീ ബാബു. എന്തായാലും താങ്കൾ പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ആർമിക്ക് അത് വലിയൊരു ബിഗ് സല്യൂട്ട് തന്നെ നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ കൊടുക്കേണ്ടതുണ്ട്. കാരണം അവർ അത്രമാത്രം പ്രയത്നിക്കുന്നു.